സ്ഥലം പാടിതടക്കട പുൽപ്പാടി ഞാനും നിന്നെ പോലൊരു പുൽപ്പാടി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസിഷൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സർവ്വസാധാരണയായി വളർന്നു വരുന്ന എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള നമ്മളെ കാട്ടുപ്രദേശം നമ്മളെ കുറ്റിച്ചെടിയായിട്ടൊക്കെ വളരുന്ന ഒരു ശീമക്കുങ്ങിണി എന്ന പേരുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിനെ എലിവാലൻ എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിന് ഇതിന് മറ്റൊരു പേരാണ് ബ്ലൂ പോർട്ടർ വീടെന്നും, പിന്നെ അതുകൂടാതെ ബ്ലൂ സ്നേക്ക് വീടെന്നും, പിന്നെ ജുമൈക്ക വെർവൈൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിലും ഇതിനെ വിളിക്കാറുള്ളത്. നമ്മുടെ നാടൻ ഭാഷയിൽ ഇതിനെ നാരിവാലനെന്നും കടലാടി എന്നും ഒടിച്ചുകുത്തി എന്നൊക്കെ വിളിക്കാറുണ്ട്. കാട്ടുപുന്നൂത് എന്നും ഇതിനൊരു പേരുണ്ട്. ഇതിൻ്റെ ഇല കണ്ടല്ലോ, വളരെ പരുക്കനായിട്ടുള്ള ഒരു ഇലയാണ്. ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഒരു പരുക്കനായിട്ടുള്ള. മീനൂട്ടി കണ്ടോ, ഇത് ഇങ്ങനെ മീനൂട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇത് ഇത് കഞ്ഞിയും കറിയും കളിക്കുന്നതിനൊക്കെ വേണ്ടി അവർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കുറ്റിച്ചെടി തന്നെയാണ്. ഇതിൻ്റെ ഈ തണ്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള തണ്ടുകളാണ്. ഒരല്പം പരുക്കനാണ് എന്ന് പറയാം ഇതിൻ്റെ ഇലയൊക്കെ. പിന്നെ അരിപ്പല്ല് കണക്കാണ് ഇതിൻ്റെ ഇലയുടെ സൈഡൊക്കെ കാണുന്നത്. പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കുഞ്ഞ് പൂവാണ്, പൊടി പൂവാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പൂക്കൾ കാണുന്നത് നമ്മുടെ ചാട്ട പോലെയുള്ള ഒരു പൂങ്കുലകളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാട്ട പോലെയുള്ള ഒരു നീളൻ ഒരു തണ്ടിൽ എല്ലാ സൈഡിലുമായിട്ട് നിറഞ്ഞ് സാധാരണ പൂക്കൾ കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാവാം ഇതിനെ എലിവാലൻ എന്നൊക്കെ വിളിപ്പേര് വന്നത്. നമ്മുടെ ഇത് ആദ്യം വിരിഞ്ഞ് വരുന്ന പൂ ഓരോന്നായിട്ട് ഇളവി വീഴുന്നത് അനുസരിച്ച് ഇതിൻ്റെ താഴേക്ക് പൂക്കൾ വരികയാണ് ചെയ്യുന്നത്. അത് കാരണം ഇതിൻ്റെ ഈ തണ്ട് നീളം കൂടി 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 അങ്ങ് കയറി അങ്ങ് പോവും. ഏകദേശം നല്ല പൊക്കത്തിൽ ഈ ചെടി വളരും കേട്ടോ, ഈ കുറ്റിച്ചെടി. നമ്മുടെ ശലഭങ്ങളുടെയും തേനീച്ചകളുടെയും പ്രിയങ്കരനാണ് കേട്ടോ നമ്മുടെ ഈ ചെടി എന്ന് പറയുന്നത്, നമ്മുടെ ഈ എലിവാലൻ എന്ന് പറയുന്ന ഈ ചെടി. ഈ പൂക്കളിൽ ധാരാളം തേനുകൾ ഉള്ളതിനാൽ ചിത്രശലഭങ്ങൾ ഇതിനെ ആശ്രയിക്കാറുണ്ട്, എപ്പോഴും ഇതിനെ തന്നെ ആശ്രയിക്കാറുണ്ട്. നല്ല മധുരമുള്ള തേൻ ഇതിൽ നിന്നും കിട്ടും എന്നാണ് നമ്മളിതിൽ തിരക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞത്. കൂട്ടുകാരെ, അതുമാത്രമല്ല ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിലും ഈ ചെടി വളരെ രീതിയിലുള്ള ഉപയോഗം ചെലുത്തുന്ന ഒരു ചെടിയാണ്. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മൾ മുതിർന്ന ആൾക്കാരാണെങ്കിലും മറിഞ്ഞ് വീഴുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയ ചതവോ മുറിവോ ഒക്കെ വരികയാണെങ്കിൽ ഇതിൽ നമ്മുടെ ഈ ഇലയുണ്ടല്ലോ, ഈ പരുക്കനായിട്ടുള്ള ഇല, ഈ ഇല നല്ല രീതിയിൽ ഞെരടി പിഴിഞ്ഞ് ഇതിൻ്റെ ആ പഴുപ്പ് അത് തേച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചതവുള്ള സ്ഥലത്താണെങ്കിലും മുറിവുള്ള സ്ഥലത്താണെങ്കിലും നമ്മൾ ഇതങ്ങ് തേക്കുകയാണെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക, ഈ ഇലയുടെ ആ നീര് തേക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിൽ ആ മുറിവിനുള്ള കേടുകളെല്ലാം ഒന്ന് മാറി കിട്ടും. എന്ന് പറഞ്ഞാൽ സാധാരണ മുറിവ് ഉണങ്ങുകയും ചതവൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ മാറി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ചെടിയുടെ ഇല നമ്മുടെ ശരീരത്തിന് അകത്ത് പോകുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. ശ്വാസകോശ രോഗങ്ങൾക്ക്, ആസ്മ, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട് എന്നിവയ്ക്കൊക്കെ നമ്മുടെ ഈ ചെടിയുടെ ഇലയുണ്ടല്ലോ, ഇത് നമുക്ക് ചായ ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെമൺ ടീ ഒക്കെ കണക്ക് ഇതിനെ ഹെർബൻ ടീ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് അങ്ങനെയും നമുക്ക് ഈ ചെടി ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ, നമ്മുടെ വയറ്റിലൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ വയറുവേദന അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ള സാധാരണക്കാർക്കൊക്കെ വയറിലെ അൾസർ, ദഹനക്കേട്, മലബന്ധം എന്നിവയൊക്കെ പരിഹരിക്കാനായിട്ട് ഇതിൻ്റെ ഇലച്ചാറ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. അതുകൂടാതെ പിന്നെ പ്രതിരോധശേഷി വളരെ കുറവായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇലച്ചാറുകളൊക്കെ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാർക്കായിട്ട് ഒരു പ്രത്യേക അറിയിപ്പാണ്. ഞങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡീറ്റെയിൽ എടുത്ത് നമ്മുടെ ഇത് ഒരു ബുക്കിൽ നിന്നാണെങ്കിലും അതല്ലെങ്കിൽ ഗൂഗിൾ, ജെമിനി ഇങ്ങനെയൊക്കെ ഉള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്താണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഈ വീഡിയോയുടെ ഈ ഡീറ്റെയിൽ വെച്ച് ആരും ഇതിൻ്റെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഉപയോഗം ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഒരു വൈദ്യനെയോ കറക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് രോഗമുണ്ടെങ്കിലും അത് കറക്റ്റ് ഒരു വൈദ്യനെയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറെ ആരെങ്കിലും കണ്ടതിന് ശേഷം മാത്രമാണ് ഈ ഇല ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ.
അതുകൂടാതെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു എന്നുള്ള രീതിയിൽ ആരും ഈ ഇലയോ അല്ലെങ്കിൽ ഈ ചെടിയുടെ എന്തെങ്കിലും പൂവോ ഒന്നും ഉപയോഗിക്കരുത്. ഞങ്ങളൊരു ദിക്കൽ ഞങ്ങളുടെ തെമ്മല ഡാമിൽ പോയപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു വെറൈറ്റി കണ്ടത്. ഇതിൻ്റെ വെറൈറ്റി ആയിട്ട് ഒരു പിങ്ക് കളറാണ് ഞങ്ങൾ കണ്ടത്. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഞങ്ങളുടെ വീട്ടിലും ചുറ്റുപാടുമൊക്കെ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു നീല കളറിൽ, നീലല്ല, ഒരു ഇളം ലാവണ്ടർ ലാവണ്ടർ നീല കളർ തന്നെയാണ് ഒരു കളർ ചെടി സാധാരണ ഉണ്ടല്ലോ എന്ന് കണ്ടത് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങളൊരു വീഡിയോ എടുക്കാന്ന് വെച്ചത്. അപ്പം ഞങ്ങൾ ഇവിടെ താമസമാക്കിയ സമയത്ത് ഞങ്ങളുടെ വീടിന് ചുറ്റും ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പൂവാണ് ഏറ്റവും നല്ല ഭംഗി കേട്ടോ. മീനക്കുട്ടി ഇത് ഡെയിലി പറിച്ച് കളിക്കുന്ന ഒരു ചെടിയാണ്. ഇപ്പം ഞങ്ങൾ ഈ എടുക്കുന്ന ഈ വീഡിയോ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ളതാണ് കേട്ടോ ഞങ്ങൾ ഈ എടുക്കുന്നത്. കണ്ടോ, ഒത്തിരി പൂമ്പാറ്റകൾ ഡെയിലി ഇതിൻ്റെ അടുത്ത് വരാറുണ്ട് കേട്ടോ. നിങ്ങൾ ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഒത്തിരി തേനുള്ളതുകൊണ്ടാണ് പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതെന്ന് കേട്ടോ. കൂട്ടുകാരെ, സൈഗോസ് വിഷൻ്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും പറയും പോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നാട്ടിലെ ചെടികൾ, വീടുകളിലെ ചെടികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്